വിഷു അങ്ങ് കഴിഞ്ഞതേ ഓർമ്മയുള്ളൂ. ദേ എത്ര പെട്ടെന്നാണല്ലേ ഓണക്കാലമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഓടിയെത്തിയത്. അങ്ങനെ അത്തം തൊട്ട് തിരുവോണം വരെ ദേ മാവേലീനെ വരവേൽക്കാനായിട്ട് ഞങ്ങളും ഞങ്ങളുടെ അടുത്തുള്ളവരും കൂടി ഓണപ്പൂക്കൾ ഇടുന്ന കാഴ്ചയാണ് ഈ കാണണേ. ഇനി ആ കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കിയാലോ. പണ്ട് നമ്മൾ നാട്ടിൻപുറത്തേക്ക് ഓടി നടന്നാണ് കേട്ടോ പൂവൊക്കെ പറിച്ച് അത്തപ്പൂക്കളം ഒരുക്കണേ. അതുപോലെ തന്നെയാണ് ഇവിടെയും വീട്ടിലും വീടിനടുത്തുള്ളതൊക്കെ പൂവൊക്കെ പറിച്ചിട്ടാണ്ടോ ഞങ്ങൾ ഓണപ്പൂക്കളം ഒരുക്കിയത്. ഇല്ലാത്ത പൂ കുറച്ച് അഡീഷണൽ ആയിട്ട് പുറത്തുനിന്ന് വാങ്ങിയതേ ഉള്ളൂ കേട്ടോ. പൂക്കളം ഒരുക്കാനായിട്ട് നിലത്ത് ചാണകം മെഴുകാനായിട്ട് അമ്മ കുറേ കഷ്ടപ്പെട്ടിട്ടാണ്ടോ ചാണകം ഒപ്പിച്ചത്. അങ്ങനതേ നമ്മുടെ തിരുവോണ ദിവസം എത്തിയിട്ടോ. തലേ ദിവസം തന്നെ ഓണത്തപ്പനേക്ക് അമ്മ അരിമാവ് കൊണ്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പില്ലാത്ത അടയും അമ്മ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ വെളുപ്പാങ്കാലത്ത് എല്ലാം റെഡിയാക്കി ദേ ആർപ്പ് വിളിച്ച് ഞങ്ങൾ മഹാബലി തമ്പുരാനെ ഞങ്ങളുടെ വീട്ടിലേക്ക് ദേ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നത്. നിങ്ങളുടെ ഇവിടെ എങ്ങനെയൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ കേട്ടോ. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ.